പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹവീട് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ്ലീഹ എഫെസസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം അരുളി ചെയ്യുകയാണ്. 6-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ അരുളി ചെയ്യുന്നു: മക്കളും മാതാപിതാക്കന്മാരെ കുറിച്ച്, കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനു വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ: പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്. അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. അപ്പോൾ കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ എന്ന് വലിയൊരു ഉപദേശമാണ് പൗലോസ്ലീഹയിലൂടെ നമ്മളെ പഠിപ്പിക്കുക. കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ എന്ന്. അനുസരണം 1 സാമുവേൽ 15-ാമത്തെ അധ്യായം 22-ാമത്തെ തിരുവചനം പറയുകയാണ്: അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന്. അപ്പോൾ അനുസരിക്കുക എന്നുള്ളത് എല്ലാ കാര്യങ്ങളിലും. മാതാപിതാക്കൾ, മക്കളെ നിങ്ങൾ പഠിക്കണം, നന്നായി പഠിക്കണം, വളരണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ നന്നായി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് പലപ്പോഴും മാതാപിതാക്കളെ ഉൾക്കൊള്ളുവാൻ, സ്വീകരിക്കാൻ പറ്റുന്നില്ല. കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്, നീതിയായ കാര്യമാണ്. അതുകൊണ്ട് അവരെ അനുസരിച്ച് ജീവിക്കുവാൻ അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കുട്ടികളിൽ കോപം ഉളവാക്കരുത് എന്ന് മാതാപിതാക്കളോട് ഇതാ പറയുകയാണ് വചനം. കോപം ഉളവാക്കുന്ന ആ അവസ്ഥ മക്കളെ എപ്പോഴും ഭയങ്കര അമിതമായ ശിക്ഷണം, അതിലൂടെയെല്ലാം ഇതാ അവർ വലിയ അസ്വസ്ഥതയിലേക്ക്, മാനസിക സംഘർഷത്തിലേക്ക് ഇതാ മക്കൾ പോകുന്ന അവസ്ഥ. മക്കളെ ഓർത്ത് മാതാപിതാക്കളും ഇതുപോലെ വലിയവിധ സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം ആയതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരസ്പരം ഇതാ ക്ഷമിച്ചും അനുസരിച്ചും മുന്നോട്ട് നീങ്ങാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ അങ്ങയുടെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. മാതാപിതാക്കളെ അനുസരിച്ച്, മക്കളെയും അനുസരിച്ച് പരസ്പരം വിധേയപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, പ്രത്യേകമാവിധം അങ്ങ് അഭിഷേകം ചെയ്യണമേ. നന്നായി പഠിച്ച് മുന്നേറുവാൻ കർത്താവേ എല്ലാ മക്കളെയും അങ്ങ് അഭിഷേകം ചെയ്യണമേ. എല്ലാ വിഷയങ്ങളും പഠിക്കുവാൻ, അധികാരികളെ, ഗുരുഭൂതരെ എല്ലാം അനുസരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ, അവരുടെ ശിക്ഷണത്തിൽ വളരുവാൻ പ്രത്യേകമാവിധം ഞങ്ങളെ സഹായിക്കണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.
പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. അത് ന്യായയുക്തമാണ്, അത് ന്യായയുക്തമായ കാര്യമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനു വേണ്ടി, കർത്താവെ, ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുവാൻ മാതാപിതാക്കളെ അനുസരിക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യുന്നതിനോർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാഗ്ദാനത്തോടു കൂടി ആദ്യത്തെ കൽപ്പന ഇതത്രേ എന്ന് പറഞ്ഞ ദൈവമേ, ഞങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാക്കന്മാരെ, കുട്ടികളിൽ കോപം ഉളവാക്കരുത്. അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ എന്ന് കർത്താവേ ഞങ്ങളെ പ്രത്യേകമാവതും അഭിഷേകം ചെയ്യണമേ. വചനത്താൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, സൗഖ്യത്താൽ അഭിഷേകം ചെയ്യണമേ. വലിയ വിശുദ്ധിയാൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്നും കർത്താവെ കുഞ്ഞുമക്കളെ മോചിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. കൃപയ്ക്ക് മേൽ കൃപ കൊണ്ട് നിറയുവാൻ മാധ്യസ്ഥം വഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ഒരാത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ. യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് ഒരു പുരോഹിത ജനമാകുകയും ചെയ്യട്ടെ. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.